ഹലോ എവ്രിവൺ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സെക്കൻഡ് ചാപ്റ്റർ ദ നെക്സ്റ്റ് ബിഗ് വാൾ സ്ട്രീറ്റ് സ്റ്റോക്ക് ഇറ്റ്സ് ട്രാഷ്. ഇതൊരു ആർട്ടിക്കിൾ ആണ് വാൾ സ്ട്രീറ്റ് ജേർണലിൽ വന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം എന്താണ് വാൾ സ്ട്രീറ്റ് എന്നല്ലേ, ദ ബിഗ്ഗസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ്. അവിടുത്തെ അടുത്ത ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇനിയുള്ള എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് ട്രാഷ് ആണ്, വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് വൈ ഈസ് ട്രാഷ് ഇൻട്രസ്റ്റിംഗ് നൗ? ബിക്കോസ് എല്ലാ വീടുകളിലും ട്രാഷ് ഉണ്ടാവും, എല്ലാ സിറ്റികളിലും ട്രാഷ് ഡെയിലി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് വേസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഡള്ളാണെങ്കിലും ഡിപ്പെൻഡബിൾ ആണ്. ഒരിക്കലും എന്താണ് നഷ്ടം ഉണ്ടാവില്ല. ഒരിക്കലും വേസ്റ്റ് എന്താണ് നമുക്ക് ഒരു ടൈം പീരീഡ് ആകുമ്പോൾ കുറയേ കൂടുതലോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് വേസ്റ്റ് ഇൻഡസ്ട്രി. ഇപ്പോൾ വേസ്റ്റ് കമ്പനീസ് ഒക്കെ എന്താണ്, അവർക്ക് കുറേ ട്രക്സ് ഉണ്ടാവും, അവർ ഗാർബേജ് കളക്ട് ചെയ്യും. എന്നിട്ട് അവരെന്താട്ടും ഈ കളക്ട് ചെയ്യുന്ന വീടുകളെയും സിറ്റീസിനെയും കമ്പനീസിനൊക്കെ എന്താട്ടും ഒരു എമൗണ്ട് ചാർജ് ചെയ്യും. അത് അവർ കൊണ്ടുപോയിട്ട് ഒരു ലാൻഡ് ഫില്ല് ഡംപ് ചെയ്യും അല്ലേ. സോ ഇതേപോലെ ഉള്ള ഒരു കമ്പനിയാണ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻകോർപ്പറേഷൻ. ഓക്കെ, വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെ ലാർജ് വേസ്റ്റ് കമ്പനിയാണ്. സോ ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദേ ഹാവ് ലോട്ട്സ് ഓഫ് ട്രക്സ്. ആ ട്രക്സ് എന്ന് പറയുന്നത് AI ഓട്ടോമേറ്റഡ് ട്രക്സ് ആണ്. AI യൂസ് ചെയ്യുന്നതാണ്. ഈ ട്രക്സിൽ എന്തിനാണ് AI യൂസ് ചെയ്യുന്നത്? എല്ലാ വീടുകളിൽ പോയിട്ടും ഇവർ ഗാർബേജ് കളക്ട് ചെയ്യും. സോ ദേ ഹാവ് ഗിവൺ സം ഡസ്റ്റ്ബിൻസ്. ഓക്കെ, അവർ കൊടുത്ത ട്രാഷ് ബിൻ ഉണ്ട്. ആ ട്രാഷ് ബിന്നിൽ എന്തായിട്ടും വേസ്റ്റ് ഇടാൻ പറയും. സോ പേപ്പർ, അതേപോലെ പ്ലാസ്റ്റിക്, ഇതൊക്കെ വേറെ വേറെ ഡസ്റ്റ്ബിൻസ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. ആൻഡ് അവർ ഒരു ഫിക്സഡ് പ്ലേസും വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ വെക്കാനുള്ള, എല്ലാ കമ്പനീസിലായാലും വീടുകളിലായാലും. സോ ഈ ട്രക്സ് ആൾ വരും. ട്രക്സ് ആളിൽ നിന്ന് എന്താട്ടും ഈ ഒരു ട്രക്കിലൊരു സിസ്റ്റം വെച്ചിട്ട് തന്നെ ആ ഒരു ട്രാഷ് ബിൻ അതെന്താട്ടും ഈ ട്രക്സിലോട്ട് ആ ഒരു മെഷീൻ എടുക്കും. മെഷീൻ എടുത്തിട്ട് ആ ട്രക്കിൽ വെച്ചിട്ട് തന്നെ ഇവരിത് സോർട്ട് ചെയ്യും. ദേ വിൽ ബി സോർട്ടിങ് ഇറ്റ് ഔട്ട്. പ്ലാസ്റ്റിക് ഒരു ഭാഗത്തോട്ടും അതേപോലെ പേപ്പർ ഒരു ഭാഗത്തോട്ടും, അങ്ങനെ ട്രക്കിലൊരു സോർട്ടിങ് നടക്കും. അതേപോലെ തന്നെ ഇവരിത് എന്താ പറയുക നല്ല രീതിയിലെല്ലാം ഡിസ്പോസൽ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഒരു പിസ്സ ബോക്സ് ഉണ്ട്, ആ പിസ്സ ബോക്സിൽ എന്താണ് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു നല്ല രീതിയിലല്ല, അൺഹൈജീനിക് വേ ആണ് അവർ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താട്ടും ഇവരെ അലേർട്ട് ചെയ്യും. വീടുകാരെ ഈ ഒരു AI അലേർട്ട് കൊടുക്കും. യു ഹാവ് ഡിസ്പോസ്ഡ് ഇൻ എ അൺഹൈജീനിക് മാനർ, സോ യു ഷുഡ് ബി കെയർഫുൾ. അങ്ങനെ ഏത് വീടാന്നുള്ളത് കറക്റ്റ് അവർക്ക് മനസ്സിലാവും ചെയ്യും, അല്ലെങ്കിൽ ഏത് കമ്പനിയാണെന്നുള്ളത്. അതിനനുസരിച്ച് അവരെന്താട്ടും ആ മെസ്സേജ് കൊടുക്കും, ചിലപ്പോൾ ഫൈനൊക്കെ വെക്കും. ഇതിനവരെന്താട്ടും എന്നിട്ട് പിന്നെ ഇത് കൊണ്ടുപോയിട്ട് അവർ ലാൻഡ് ഫില്ല് ഡംപ് ചെയ്യും. ആൻഡ് ഇവിടെ അവരുടെ ജോബ് അവസാനിക്കുന്നില്ല. ഈ വേസ്റ്റ് അവരെന്താണ് ഡിസ്പോസ് ചെയ്യൽ മാത്രമല്ല അവരുടെ ഡ്യൂട്ടി, അതിനവർ ഇവിടുന്ന് ചാർജ് മേടിക്കുന്നുണ്ട്. എല്ലാ കമ്പനീസിനായാലും ഹൗസ് ഹോൾഡിനായാലും ചാർജ് മേടിക്കുന്നുണ്ട്. ബട്ട് ആ റവന്യൂ മാത്രമല്ല ഇവർക്കുള്ളത്. വേറെ എന്താണ്, ഈ ഡംപ് ചെയ്ത വേസ്റ്റ് അതവരെന്താട്ടും യൂസ് ചെയ്യും ടു മേക്ക് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ഫ്യൂൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഡംപ് ചെയ്ത വേസ്റ്റ് എന്നാണ് അവരെന്താട്ടുക, അതായത് അവരെന്താട്ടും കെമിക്കലി പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മീത്തേൻ ഗ്യാസ് അവർ എടുക്കും. ഓക്കെ, മീത്തേൻ ഗ്യാസ് ഈ ഒരു ലാൻഡ് ഫില്ലിൽ നിന്ന് വരും. ഈ മീത്തേൻ ഗ്യാസ് എന്താട്ടും അവർ നാച്ചുറൽ എനർജി ആയിട്ട്, ഫ്യൂൽ എനർജി ആയിട്ട് യൂസ് ചെയ്യും. And this energy is used for electricity, fuel and every other thing. ഈവൻ അവരുടെ ട്രക്കിലുള്ള ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്ന വരെ എന്താണ് ഈ എനർജിയാണ്. സോ ഇത് അവർക്ക് എന്താണ് ഒരു സപ്ലിമെൻ്ററി റവന്യൂ മാറാണ്. ദേ ഗെറ്റ് an additional income from this. So that's why waste has become the biggest investment now. ഇപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ നോക്കി നോക്കാം, 250 ലാൻഡ് ഫിൽസ് അവർക്കുണ്ട്, 1000 garbage trucks ഉണ്ട്, ആൻഡ് ദേ ഹാവ് ഹ്യൂജ് റീസൈക്ലിംഗ് ആൻഡ് സോർട്ടിങ് സെൻറ്റേഴ്സ്. ഇതിങ്ങനെ പ്ലാസ്റ്റിക്, പേപ്പർ ഏതൊക്കെയാണ് അങ്ങനെ വ്യത്യാസപ്പെടുത്താനുള്ള ഇഷ്ടംപോലെ സെൻറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദേ ആർ യൂസിങ് AI ഫോർ ഓൾ ഓഫ് ദിസ്. And what they are doing is that they also have steady contracts from government അവർ സബ്സിഡീസും. കാരണം ദേ ആർ ഡൂയിങ് സംതിങ് ഗുഡ്, റൈറ്റ്? അവർ വേസ്റ്റ് എന്താണ് അൺഹൈജീനിക് വേ ഡിസ്പോസ് ചെയ്യുന്നില്ല, അവരതെന്താണ് വീണ്ടും യൂസ് ചെയ്യാണ് ടു ഗെറ്റ് നാച്ചുറൽ ഫ്യൂൽ ആയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക
ഗ്രീൻ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്താട്ടും ഇങ്ങനത്തെ നല്ല രീതിയിലുള്ള കമ്പനീസിനൊക്കെ അവർക്ക് സബ്സിഡീസ് കൊടുക്കും ഫോർ ദെയർ ഗ്രീൻ ഇനീഷ്യേറ്റീവ്. അപ്പോൾ നല്ല സബ്സിഡീസും ഇതൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഇതിൽ നിന്ന് മെച്ചല്ലാതെ നഷ്ടം ഉണ്ടാവുന്നില്ല. ദേ ആർ ഹാവിങ് എ സ്റ്റഡി റവന്യൂ ഫ്രം ട്രാഷ്. സോ ഇതിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ്റെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ട്രക്സ് they use AI to sort paper and plastic and other things. They give alert messages to the household if they have disposed their waste in an അൺഹൈജീനിക് മാനർ. പിന്നെന്താണ് അതേപോലെ തന്നെ അവരത് ലാൻഡ് ഫില്ലിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നു. ലാൻഡ് ഫില്ലിന് വേസ്റ്റ് അവരെന്താട്ടും ദേ കൺവേർട്ട് ഇറ്റ് ഇൻ ടു മീതെയിനാക്കി മാറ്റുകയാണ്. അത് അവരെന്താട്ടും ഇലക്ട്രിസിറ്റിക്കും ഫ്യൂവലിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ കമ്പനിയുടെ ഇലക്ട്രിസിറ്റിക്കും അവരുടെ കമ്പനിയുടെ ട്രക്കിൻ്റെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അവരെന്താട്ട് അതൊരു ഒരു സെയിൽ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഹൗ ദേ ആർ മേക്കിംഗ് ട്രാഷ് പ്രോഫിറ്റബിൾ. ട്രാഷ് പ്രോഫിറ്റബിൾ ആവുന്ന എങ്ങനെയൊക്കെയാണ്? ഒന്ന് മീഥെയിൻ ക്യാപ്ചർ ഫ്രം ലാൻഡ് ഫിൽ, പിന്നെന്താണ് ഓർ യൂസിങ് റോബോട്ട്സ് ആൻഡ് AI സ്കാനേഴ്സ്. ഇതെന്താണ് ഹ്യൂമൻ ലേബർ നമ്മളെന്താണ് കുറവാക്കുകയാണ്. അപ്പോൾ നമുക്ക് അധികം ഹ്യൂമൻസിന് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല, because they are using robots and AI scanners. And then fuel efficiency. WM എന്താട്ടി അവരുടെ ട്രക്സിൽ തന്നെ റിന്യൂവബിൾ ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. and this will benefit them also, right? So that's all. Thank you and have a nice day.